Namaskaram. Welcome back to my YouTube channel SK YouTube Tips and Tricks. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ തംബ്നെയിൽ നല്ലൊരു തംബ്നെയിൽ പിക്സൽ ആപ്പിൽ എങ്ങനെ ഉണ്ടാക്കാം. പിക്സൽ ആപ്പിൽ കൂടി നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്ന് ഏത് ഇമേജ് വേണോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ആ ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഈ കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. എൻ്റെ ഈ ചാനലായ ഇതിലെ ഫാമിലീസിന് കുക്കിങ്ങിൻ്റെയോ ഏത് രീതിയിലുള്ള ഒരു തംബ്നെയിൽ ഉണ്ടാക്കാം അറിഞ്ഞുകൂടാ എങ്കിൽ കമൻറ്റിൽ കൂടി പറയുക. ആ രീതിയിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാം. നിങ്ങളുടെ എല്ലാം നല്ല ഗ്രോ കിട്ടിയാലേ എനിക്ക് സന്തോഷം വരുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഓരോ ചാനലിലും ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്യപ്പം തംബ്നെയിലാണ് വളരെ നല്ല തംബ്നെയിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ തംബ്നെയിൽ ഉണ്ടാക്കി കാണിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഒരു ഫുഡ് ഉണ്ടാക്കിയ ഫുഡിൻ്റെ മുകളിൽ കൂടെയാണ് എഴുതുന്നത്. അപ്പോൾ അതിന് തംബ്നെയിൽ നിങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഓരോരോ വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ അതിന് ഗ്രീൻ മാർക്ക് കിട്ടത്തില്ല. അപ്പം നമുക്ക് സമയം ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എൻ്റെ സൗണ്ട് റെക്കോർഡിൽ അല്പം കുറവാണെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ വെച്ച് കാണുക. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ വീഡിയോ നോക്കുന്നുണ്ട് അനാലിറ്റിക്സിൽ. അപ്പോൾ എല്ലാവരും 2 മിനിറ്റൊക്കെ കഷ്ടിച്ചാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാതെ നിങ്ങൾ വീണ്ടും വീണ്ടും പഴയ രീതിയിൽ പോകുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ മനസ്സിരുത്തി സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ ലളിതമായ ഭാഷയിൽ ഇതാണ് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലേ? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ 2023. ക്രോം അഥവാ ഗൂഗിളിൽ പോയിട്ട് ഒരു ഇമേജ്, ഫ്രീ ആയിട്ടുള്ള ഇമേജ് നമുക്ക് സെലക്ട് ചെയ്യണം. ഫ്രീ ഞങ്ങളുടെ കോക്കനട്ട് ട്രീ ഇമേജ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കോക്കനട്ടിൻ്റെ വരും. ഇവിടെ കോക്കനട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ആയി കഴിഞ്ഞു. അതിൽ നമ്മൾ പ്രസ് ചെയ്യപ്പോഴത്തേക്ക് ഡൗൺലോഡ് ഇമേജ് എന്ന് വരും. ഡൗൺലോഡ് ഇമേജിനെ നമ്മൾ സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യുക. കോക്കനട്ട് ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡൗൺലോഡായി. ഇനി നമ്മൾ വെളിയിൽ വരുന്നു. വീണ്ടും ഈ കോക്കനട്ട് ട്രീ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണ്ട. അപ്പം BG എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എന്നുള്ളത് വന്നു. അപ്പോൾ റിമൂവിൽ നമ്മൾ താക്കപ്പോൾ അപ്ലോഡ് ഇമേജ് എന്ന് വന്നു. ഈ അപ്ലോഡ് ഇമേജിൽ നമ്മൾ താത്ത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തില്ലേ തെങ്ങിന്. എന്നിട്ട് നമ്മൾ ഡൺ കൊടുക്കുമ്പം ഇനി നമ്മൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഡൗൺലോഡിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ വരും. ഇനി നമ്മൾ ഇവിടെ നിന്ന് വെളിയിൽ വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് തംബ്നെയിൽ ഉണ്ടാക്കാൻ പിക്സൽ ആപ്പാണ് എടുക്കുന്നത്. പിക്സൽ ആപ്പ് ഓപ്പണായി വലതുവശത്ത് 3 ഡോട്ട് കണ്ടോ മുകളിൽ, അതിൽ നമ്മൾ താക്കപ്പോൾ നമുക്ക് ഇമേജ് സൈസ് സെലക്ട് ചെയ്യാം. ഇമേജ് സൈസ് നമ്മൾ സെലക്ട് ചെയ്യപ്പോൾ ഇത് ഇവിടെ വന്നു. അപ്പോൾ ഈ കസ്റ്റമിൽ നമ്മൾ താക്കപ്പോൾ നമ്മുടെ തംബ്നെയിൽ യൂട്യൂബ് തംബ്നെയിൽ സൈസിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെക്സ്റ്റ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് ബട്ടണിൽ നമ്മൾ താത്താൽ ഡിലീറ്റ് ആവും. ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് കളർ ഈ വലതുവശത്ത് താഴെ ഫസ്റ്റിൽ കണ്ടോ നേറ്റത്ത് വലതുവശത്ത് അതിൽ നമ്മൾ താക്കപ്പോൾ നമുക്ക് കളർ കിട്ടും. അപ്പോൾ കളർ മുകളിൽ
ഈ പ്ലസ് മാർക്കിൽ നമ്മൾ പ്രസ് ചെയ്യപ്പോഴത്തേക്ക് ഏത് കളറാണോ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഈ ഇടതുവശത്ത് ഇപ്പം നീലയായി, ഗ്രീൻ, റെഡ്. അപ്പോൾ നമുക്ക് ബ്ലൂ മതി. ബ്ലൂ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഗാലറിയിലാണ്. ഗാലറിയിൽ ആദ്യം നമ്മൾ തെങ്ങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ തെങ്ങിനെ നമുക്ക് സെലക്ട് ചെയ്ത് ടിക്ക് കൊടുക്കാം. തെങ്ങ് കൂടെ വന്നു. ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തെങ്ങ് ഇവിടെ നമ്മളെ സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഗാലറിയിൽ പോയിട്ട് ഞാൻ അവിടെ തേങ്ങ, ഒരു മുറി തേങ്ങ ഉണ്ടല്ലോ, ഉടച്ച തേങ്ങയാണ്, അതിനെ സെലക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്നു. അതിനെ ഒന്ന് ചെറുതാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ അത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ തമ്പനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതായത് കോക്കനട്ട് ജെൽ, അതിനെ ഒന്ന് ഞാൻ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ ഫാമിലിയിലുള്ള ഒരു ടിപ്സിൻ്റെ ആണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഇടതുവശത്ത് കാണുന്നില്ല ഈ റൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ചെറുതാക്കി എടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ഓക്കെ കൊടുക്കാം. ടിക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊന്ന് ചെറുതാക്കി എടുക്കുക സൈസ്. പെട്ടെന്ന് പറഞ്ഞു തരാണ് കേട്ടോ. ഇതൊരു ബ്യൂട്ടി ടിപ്സാണ്. അപ്പോൾ നിങ്ങൾക്കും വല്ല കുക്കിങ്ങിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതുക. ഇനി നമുക്ക് തേങ്ങയുണ്ടല്ലോ ഫ്രണ്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കണ്ടല്ലോ, ഗോ ഫ്രണ്ട് എന്ന് കണ്ടോ. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. തേങ്ങ ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ടെസ്റ്റ് എഴുതണം. അപ്പോൾ ടെസ്റ്റ് എഴുതാൻ വേണ്ടി ടെസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഞാൻ ഇവിടെ മലയാളത്തിലാണ്. അപ്പോൾ ഇവിടെ മുടിയില്ലാത്തവർക്കും ഇനി മുടി വളരും. മലയാളത്തിൽ ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുടി വളരും. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ആദ്യം നമുക്ക് സൈസ് ഒന്ന് വലുതാക്കി എടുത്തു. ഇനി അതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി ബ്ലോക്കിൽ നമ്മൾ ടിക്ക് ചെയ്യുന്നു. വീണ്ടും സൈസ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ഒന്ന് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളറ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരു റെഡ് കളർ. അപ്പോൾ റെഡ് ഇത് വന്നിട്ട് സ്ക്വയറിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി റേഡിയസിൽ താഴെ കണ്ടോ റേഡിയസ്. അപ്പോൾ റേഡിയസ് അല്പം വലുതാക്കുമ്പോൾ ഇത് സൈസ് കൊണ്ടൊന്ന് റെഡിയാവും. അപ്പോൾ ഇത്രയും മതി. നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനെ കോപ്പി ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാം. കോപ്പി ചെയ്ത് കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് തേങ്ങാപ്പാൽ ജെൽ എന്ന് കൊടുക്കാം. തേങ്ങാപ്പാൽ ജെൽ ഡൺ കൊടുത്തു. ഓക്കെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച കളർ എടുത്തു. ഓക്കെ ആക്കി. വീണ്ടും നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്നു. ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എഴുതാം കോക്കോനട്ട് മിൽക്ക് ജെൽ. കോക്കനട്ട് മിൽക്ക് ജെൽ ഡൺ കൊടുത്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ട് ഇതിനൊരു യെല്ലോ കൊടുക്കാം. യെല്ലോ കൊടുത്തു. ഇനി ഇതിൻ്റെ ലെറ്ററിൻ്റെ കളർ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ കളർ സെലക്ട് ചെയ്തു, ബ്ലൂ കൊടുത്തു. അപ്പോൾ ഇത് ഓക്കെ ആയി. വീണ്ടും നമ്മൾ ടെസ്റ്റ് എടുത്തു. ടെസ്റ്റിൽ സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം 100% പെർഫെക്റ്റ്. പെർഫെക്റ്റ് നമ്മൾ ഡൺ കൊടുത്തു. ഇവിടെ കൊണ്ടുവന്നു. ഇതിന് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് കോക്കനട്ട് മിൽക്ക് താഴെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട്
ഇനി ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി ഓക്കെ കൊടുത്തു. ഫോണ്ട് സൈസ് വന്നിട്ട് നമുക്ക് ഫാൻസി എടുക്കാം കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഇനി ഇതിൻ്റെ സൈസ് അല്പം നമുക്ക് വലുതാക്കാം. ഇത്രയും മതി. ഇനി നമ്മളൊക്കെ കൊടുത്തു. ഇനി നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് ചെറുതാക്കി നമുക്ക് മാറ്റാം. ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കോക്കനട്ട് മിൽക്ക് കൂടെ ആക്കി. അപ്പോൾ വേണ്ടോ എല്ലാം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം തേങ്ങയായി, തേങ്ങാപ്പാൽ ജെല്ലുമായി. ഇനി നമുക്ക് ബ്യൂട്ടി ടിപ്സ് അല്ലേ, അപ്പോൾ ബ്യൂട്ടി ടിപ്സിൻ്റെ ഞാൻ അവരുടെ നോ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ചെറുതാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി, ഞാനിതൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ നമുക്ക് നല്ലൊരു തംബ്നെയിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളറിൽ മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഈ കളർ സെലക്ട് ചെയ്ത് ഒരു റെഡ് കൊടുത്ത് നോക്കാം. റെഡ് കൊടുത്തു, ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ കളർ വല്ലതും മാറ്റണമെങ്കിൽ, തെങ്ങിൻ്റെ ഒരു കളറ് എല്ലാം മാറ്റണമെങ്കിൽ അല്പം ഇവിടെ കളർസ് ഫിൽറ്റർ എന്നുള്ള അതിലാണ്. അതിൽ നമ്മളിത് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ ജെല്ലിൻ്റെയും അല്പം മാറ്റാം. മാറി വന്നതുണ്ടോ? ഇത്രയും മതി. നമ്മൾ ടിക്ക് കൊടുത്തു. ഇനി നമുക്ക് ഇമേജസ് എന്നിട്ട് സേവ് ചെയ്യാം. എക്സ്പോർട്ട് ഇമേജിൽ നമ്മൾ പോകുന്നു. കസ്റ്റം വന്നിട്ട് നമ്മളിവിടെ താഴോട്ട് സ്കോർ ചെയ്യപ്പെടുത്തേക്ക് ഇത് അൾട്രയിൽ സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ആ ഇമേജ് സേവായി കഴിഞ്ഞു. ഒരു ചെറിയ ആടൊക്കെ വരും, അത് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ വന്നിട്ട് സേവായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ